ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ഈ ഭാഗം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവിടെ മയ്യത്ത് മറമാടാൻ ഉപയോഗിക്കാൻ പറയുകയുണ്ടായി. അതിനുശേഷമാണ് ഈ കാണുന്ന വിധത്തിൽ ജന്നത്തുൽ ബക്കിയയായി ഈ ഒരു മക്ബറ മാറിയത്. അസ്അദ് ഇബ്നു സറാറ എന്ന ഒരു സഹാബി വര്യനാണ് ആദ്യമായി അൻസാറുകളുടെ കൂട്ടത്തിൽ നിന്നും ഇവിടെ മറമാടപ്പെട്ടത്. മദീനയിൽ വെച്ച് മരണപ്പെടുന്നവരെ എല്ലാവരെയും ഇവിടെയാണ് ഇപ്പോൾ മറമാടുന്നത്. പ്രവാചകൻ്റെ കാലത്ത് ബക്കി എന്ന് കാണുന്ന വിധത്തിൽ അത്ര വികാസം പ്രാപിച്ചിരുന്നില്ല. 150 മീറ്റർ നീളവും 100 മീറ്റർ വീതിയും മാത്രമേ അന്ന് ഇതിന് ഉണ്ടായിരുന്നുള്ളൂ. പിൽക്കാലത്ത് നിരവധി ഭരണാധികാരികൾ ബക്കീനെ വികസിപ്പിക്കുകയുണ്ടായി. ഇന്നിപ്പോൾ ബക്കീന് ഏകദേശം 1,75,000 ചതുരശ്ര മീറ്ററാണ് വിസ്താരമുള്ളത്. ഓരോ നമസ്കാരത്തിന് ശേഷവും ജനാസയെ വഹിച്ചു കൊണ്ടുപോകുന്ന ഒരു തിരക്ക് നമുക്ക് മദീനയുടെ പള്ളിയുടെ പുറകുവശത്ത് കാണാൻ സാധിക്കും. പ്രത്യേകിച്ചും